ഹലോ മക്കളെ, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ +1 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന്റെ നമ്പർ സിസ്റ്റംസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ എക്സാംസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്പർ സിസ്റ്റം. What is a number system? A number is a mathematical object used to count, label and measure. A number system is a systematic way to represent numbers. നമുക്കറിയാം, ഒരു നമ്പർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. നമുക്ക് കൗണ്ട് ചെയ്യാനും അതുപോലെ മെഷർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ഒരു നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. The number of symbols used in a number system is called base or radix of a number system. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, എത്ര നമ്പർ ഓഫ് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റേഡിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ എത്ര നമ്പേഴ്സ് ആണ് ഉള്ളത്, എത്ര സിമ്പിൾസ് ആണ് ഉള്ളത്? നമുക്കറിയാം 0, 1, 2, 3, 9. അങ്ങനെ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ സിമ്പിൾസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ദ ഡെസിമൽ നമ്പർ സിസ്റ്റം ഇൻവോൾവ്സ് 10 സിമ്പിൾസ്. നമ്മളിപ്പോൾ പറഞ്ഞ 10 സിമ്പിൾസ് ആണ് അതിലുള്ളത്. 0, 1, 2, 3, 4, 5, 6, 7, 8 and 9 to form a number. Since there are 10 symbols in this number system, its base is 10. 743 എന്ന നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. ആ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 700 പ്ലസ് 4 10s പ്ലസ് 3 1s അങ്ങനെയാണല്ലേ. അതായത് 7 into 10 square പ്ലസ് 4 into 10 raised to 1 പ്ലസ് 3 into 10 raised to 0. അടുത്തൊരു നമ്പർ നമുക്ക് നോക്കാം, 347. ഈ ഒരു നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 300s പ്ലസ് 4 10s പ്ലസ് 7 1s. അതായത് 3 into 10 square പ്ലസ് 4 into 10 raised to 1 പ്ലസ് 7 into 10 raised to 0. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു ആദ്യത്തെ നമ്പറിൽ 7ന്റെ വെയിറ്റ് അല്ലെങ്കിൽ 7ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്, 10 raised to 10 square. അതുപോലെ രണ്ടാമത്തെ നമ്പറിൽ 7 എന്ന് പറയുന്ന ഈ നമ്പറിന്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 10 raised to 0, അതായത് 7 1 ആണ്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നമ്പർ സിസ്റ്റത്തിലെ നമ്പറിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ആ നമ്പറിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ എവിടെയാണോ അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ. ഈ ഒരു പൊസിഷൻ ആണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 raised to 0 ആയിരിക്കും. സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ അത് 10th പൊസിഷനാണ്, തേർഡ് ആവുമ്പോൾ 100th പൊസിഷനാണ്. ഈ ഒരു രീതിയിലാണ് അവിടെ പൊസിഷന് നമ്പേഴ്സിന്റെ വെയിറ്റ് വരുന്നത്. The weight of a digit depends on its relative position. Such a number system is known as positional number system. So, അതായത് ആ ഡിജിറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആ പൊസിഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അത്തരത്തിലുള്ള നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. പ്ലേസ് വാല്യൂ ഓഫ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് ഈസ് പവർ ഓഫ് 10. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് ഓരോ ഡെസിമൽ ഡിജിറ്റിന്റെ പവർ എന്ന് പറയും, പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 10ന്റെ പവേഴ്സ് ആയിട്ട് ഇരുന്നത്. 10 raised to 0, 10 raised to 1 അങ്ങനെയാണ് ആ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു നമ്പർ കൺസിഡർ ചെയ്യാം, 5876. 5 എന്ന് പറയുന്ന നമ്പറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 cube, 10 raised to 3. 8ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 square, 7ന്റെ 10 raised to 1, 6ന്റെ 10 raised to 0. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ 5 into 10 cube പ്ലസ് 8 into 10 square പ്ലസ് 7 into 10 raised to 1 പ്ലസ് 6 into 10 raised to 0. ഇത്തരത്തിലാണ് ഇവിടെ നമ്മുടെ നമ്പർ ഇവിടെ ഫോം ചെയ്യുന്നത്. The digit with most weight is called most significant digit and the digit with least weight is called least significant digit. അതായത് ഇവിടെ ഏറ്റവും വെയിറ്റ് ഉള്ള ഡിജിറ്റിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ, അതായത് പൊസിഷണൽ പ്ലേസ് വാല്യൂ ഏറ്റവും കുറഞ്ഞ ഡിജിറ്റിനെയാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 5876 എന്ന നമ്പറിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. കാരണം അതിന്റെ വെയിറ്റ് ഏറ്റവും കുറവാണ്. 10 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 5ന്റെ വെയിറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. 10 cube 1000 ആണ് അവിടെ 5ന്റെ പ്ലേസ് വാല്യൂ ആയിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം. A number system which uses only 2 symbols 0 and 1 to form a number is called binary number system. അതായത് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്നാണ് അതിന്റെ മീനിങ്.
അപ്പോൾ ഇവിടെ ആകെ 2 സിമ്പിൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെയാണ്? 0 and 1. സോ 0 and 1 യൂസ് ചെയ്തിട്ടുള്ള ആ നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ദ ബേസ് ഓഫ് ദിസ് നമ്പർ സിസ്റ്റം ഈസ് 2. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താ? 2 ആണ്. കാരണം ഇവിടെ ആകെ 2 സിമ്പിൾസ് ആണ് ഈ ഒരു നമ്പർ സിസ്റ്റം ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബേസ് 2 നമ്പർ സിസ്റ്റം. അതിന്റെ എക്സാമ്പിൾസ് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. 1101 to the base 2, അതുപോലെ 101010 to the base 2, then 1101.11 to the base 2. Each digit of a binary number is called bit. A bit stands for a binary digit. അതായത് ബൈനറി നമ്പർ സിസ്റ്റത്തിലെ ഓരോ നമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ ഡിജിറ്റിനെയും നമ്മൾ പറയുന്നതാണ് ബിറ്റ് എന്ന് പറയുന്നത്. ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1101 to the base 2. അപ്പോൾ ഈ നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക ബൈനറി സിസ്റ്റത്തിൽ? 1 എന്ന് പറയുന്ന നമ്പറിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 20, 2 raised to 0, 0യുടെ 2 raised to 1, 1ന്റെ 2 raised to 2, ആൻഡ് അഗെയിൻ ഈ 1ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2Q. ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന ബിറ്റ് ഏതാ? ഈ 1 ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന ബിറ്റ് അല്ലേ? ഇതിന്റെ പ്ലേസ് വാല്യൂ 2 raised to 3 ആണ്. സോ ഇതിനെ നമ്മൾ പറയുന്നതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതുപോലെ ലീസ്റ്റ് വെയിറ്റ് വരുന്നത് ഈ 1നാണ്. ഇതിനെ പറയുന്നതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ നേരത്തെ ഡെസിമൽ സിസ്റ്റം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ടത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബൈനറി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്പറിനെ പറയുന്നത് ബിറ്റ് ആണ്. ഓരോ ഡിജിറ്റിനെ പറയുന്നത് ബിറ്റ് എന്നാണ്. സോ അതിനെ പറയുന്നത്, അതുകൊണ്ട് അതിനെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതുപോലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ് വെയിറ്റ് അനുസരിച്ച് നമ്മൾ എഴുതുന്നത്. The rightmost bit in a binary number is called least significant bit. അതുപോലെ the leftmost bit in a binary number is called most significant bit. ഇനി പോയിന്റ് വരുന്ന കേസിൽ, അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരുന്ന കേസിൽ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് മനസ്സിലാക്കാം. ഇവിടെ 111.011 to the base 2. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 1ന്റെ 2 raised to 2, then 1 2 raised to 1, then 2 raised to 0 ആ രീതിയിലാണ് വെയിറ്റ് വരുന്നത്. പോയിന്റിന് ശേഷം വരുമ്പോൾ നെഗറ്റീവ് പവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു 0 എന്ന് പറയുന്ന ബിറ്റിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 2 raised to -1. തൊട്ടടുത്ത ബിറ്റ് വരുമ്പോൾ 2 raised to -2. അതിനുശേഷം വരുന്ന ബിറ്റിന് 2 raised to -3. ഈ ഒരു രീതിയിലാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിലെ നമ്മൾ ഓരോ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ എഴുതുന്നത്. പിന്നീട് എന്താ ചെയ്യുന്നത്? ഓരോ നമ്പറും അതിന്റെ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ, വെയിറ്റ് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നമ്പർ നമുക്ക് അവിടെ കിട്ടുന്നു. ഇവിടെ 1 × 2² + 1 × 2 raised to 1. ഈ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 7.375 എന്ന വാല്യൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 raised to -1 എന്ന് പറയുമ്പോൾ എന്താ? 1 divided by 2 ആണ് വരുന്നത്. അതുപോലെ 2 raised to -2 എന്ന് പറയുമ്പോൾ എന്താ? 1 divided by 2², അതായത് 1/4. അതുപോലെ 2 raised to -3 എന്ന് പറയുമ്പോൾ എന്താ? 1 divided by 2³ 2ന്റെ ക്യൂബ് എന്താ? 6 ആണ്. അപ്പോൾ 1/6 ആണ് അവിടെ വരുന്നത്. സോ 1 × 1/6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് 7.375 എന്ന വാല്യൂ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇതൊരു നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ട മീൻസ് 8. 8 എന്നാണ് അതിൻ്റെ മീനിങ്. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 8 സിമ്പിൾസ്, 0 to 7 വരെയുള്ള 8 സിമ്പിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടു ഫോം എ നമ്പർ ഈസ് കോൾഡ് ഒക്ടൽ നമ്പർ സിസ്റ്റം. അതുകൊണ്ട് ഈ നമ്പർ സിസ്റ്റത്തിനെ ബേസ് 8 നമ്പർ സിസ്റ്റം എന്ന് പറയുന്നു. കാരണം എന്താ? ഇവിടെ നമ്പർ ഓഫ് സിമ്പിൾസ് ഉപയോഗിക്കുന്നത് എത്രയാ? 8 ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 236 to the base 8. ഇവിടെ ബേസ് 8 എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. കാരണം നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന നമ്പർ 236 എന്ന നമ്പറിന് നമ്മൾ ബേസ് 10 ആണെന്ന് സ്പെസിഫൈ ചെയ്യാറില്ല. സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു ബേസ് 10 ആയിട്ടുള്ള നമ്പറാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഓരോ നമ്പർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് 8 എന്ന് എഴുതിയില്ലായെങ്കിൽ അത് ഏത് നമ്പർ സിസ്റ്റമാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ എക്സാമിൻ്റെ സമയത്ത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും 236 to the base 8 അങ്ങനെ തന്നെ എഴുതിയിരിക്കണം. ശ്രദ്ധിച്ചല്ലോ? മനസ്സിലായല്ലോ? ഇനി ഈ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? 8 ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബേസിന്റെ പവേഴ്സ് ആയിട്ടാണ് വരുന്നത്. 2 8². 3യുടെ വെയിറ്റ് എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 8 raised to 1. 6ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 8 raised to 0. അതായത് 2 × 8² + 3 × 8 raised to 1 + 6 × 8 raised to 0. സോ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷനും കാൽക്കുലേഷനും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 158. അതായത് 236 to the base 8 = 158. ഇനി ഇത് തന്നെ
എങ്ങനെയാണ് ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരുമ്പോൾ പോയിന്റ് വരുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുക എന്ന് നോക്കാം. അതായത് പോയിന്റിന് ശേഷം വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് പവേഴ്സ് ആയിട്ടാണ് എഴുതുന്നത്. നേരത്തെ നമ്മൾ ബൈനറി സിസ്റ്റത്തിൽ പഠിച്ച പോലെ തന്നെ. അപ്പോൾ 172ന് 8² 8⁻1 8⁻0 ആ രീതിയിൽ വരും. തൊട്ടടുത്ത നമ്പർ പോയിന്റിന് ശേഷം വരുമ്പോൾ എന്താ 8⁻1. സോ ആ രീതിയിൽ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 122.5. മനസ്സിലായല്ലോ. അടുത്ത നമ്പർ സിസ്റ്റം ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 16 സിമ്പിൾസ്. അതായത് ഇവിടെ 16 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 0 1 2 3 4 5 6 7 8 9. 9ന് ശേഷം വരുന്നതാണ് A B C D E and F. ഇത്രയും സിമ്പിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതുപോലെ തന്നെ ബേസ് 16 നമ്പർ സിസ്റ്റം. കാരണം ഇവിടെ 16 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 0 to 9 വരെ നമ്പേഴ്സിന്റെ ഡെസിമൽ നമ്പേഴ്സിന്റെ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് നമ്പർ തന്നെയാണ്. അതിനുശേഷം ഫോർ എക്സാമ്പിൾ 10 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ഹെക്സാഡെസിമൽ നമ്പർ ആയിട്ട് വരുന്നത് A ആണ്. 11 B 12 C 13 D 14 E ആൻഡ് 15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് F ആണ്. ഈ ഒരു രീതിയിലാണ് നമ്പർ സിസ്റ്റം അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 1 2 AF to the base 16. ഈ നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ 1 എന്ന് പറയുമ്പോൾ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 16⁻3. 2 എന്ന് പറയുമ്പോൾ 16⁻2. A എന്ന് പറയുന്ന നമ്പറിന്റെ വെയിറ്റ് 16⁻1. F എന്ന് പറയുമ്പോൾ 16⁻0. ഇനി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം 1 × 16 ക്യൂബ് പ്ലസ് 2 × 16 സ്ക്വയർ പ്ലസ് A ആണ് വരുന്നത് അല്ലേ. സോ നമുക്കറിയാം A എന്ന് പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്താ. A എന്ന് പറയുമ്പോൾ അവിടെ 10 ആണ്. സോ 10 × 16⁻1. ദെൻ F ആണ് വരുന്നത്. Fന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. സോ 15 × 16⁻0. അതിനുശേഷം കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4783 എന്ന നമ്പർ ആണ്. അടുത്തൊരു നമ്പർ ആണ് 2D.4 to the base 60. ഇവിടെ പോയിന്റ് വരുന്നുണ്ട്. സോ പോയിന്റ് വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ അവിടെ നെഗറ്റീവ് പവേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 2ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 16⁻1. ഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 16⁻0. 4ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് പോയിന്റിന് ശേഷം വരുന്നതായതുകൊണ്ട് 16⁻1. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ നടത്തുക. 2 × 16⁻1. ഡി എന്ന് പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്താ 13 ആണ്. സോ 13 × 16⁻0 പ്ലസ് 4 × 1/16. അതായത് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 45.25 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റംസ് കവർ ചെയ്തു അല്ലേ. നമ്മൾ പഠിച്ച ഏതൊക്കെ നമ്പർ സിസ്റ്റമാണ്? ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. ബൈനറി എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് 2 ആണ്. അതിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് 0 and 1. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് 8 ആണ്. അതിൽ ഉപയോഗിക്കുന്നത് 0 to 7 വരെയുള്ള സിമ്പിൾസ് ആണ്. ദെൻ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അതായത് ബേസ് 10 ആയിട്ട് വരുന്ന നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? 0 to 9 വരെയുള്ള സിമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഹെക്സാഡെസിമൽ. അത് 16 ആണ് ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അതിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ്. അതിനുശേഷം A B C D E F. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ ഒരു വീഡിയോയോട് കൂടി തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് മനസ്സിലാക്കാം. എക്സാമിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്പർ സിസ്റ്റംസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടാവും. സോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തും. അതോടൊപ്പം അടുത്തൊരു വീഡിയോ ചെയ്യാൻ നമ്മളൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്സും ഷെയറും കമൻറ്റ്സ് ഒക്കെയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.